ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിന് ശേഷം കടുക് ദാ ഇവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂണ് ഉഴുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് രണ്ടും നന്നായിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ജിഞ്ചർ അതിലേക്ക് ഇട്ടെടുത്തു. പിന്നെ പച്ചമുളക് ഇട്ടെടുത്തു. അപ്പം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഉഴുന്നിടുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ വരും കേട്ടോ. അതിനായിട്ട് ഉഴുന്നിടണേ. ഇനി ഓപ്ഷണലാണ്. ക്യാരറ്റ് കുറച്ച് ഇട്ടെടുത്തു, ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ കുറച്ച് വെല്ലുള്ളി കട്ടാക്കിയത് ഇട്ടെടുത്തു. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ലേശം ഉപ്പും ഇട്ടെടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ വഴറ്റലും കാര്യങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഏകദേശം ആ എണ്ണയിൽ ആ പൊടിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഏകദേശം കുക്കാവും. അങ്ങനെ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വേവിച്ചത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഈ വെള്ളവും കൂട്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് കുക്കാക്കി എടുത്തിട്ട് ഒരു ഇളക്കി കൊടുത്ത് ഒരു കുറുകിയ മട്ടത്തിലാക്കി എടുക്കുക. അപ്പം നമ്മളെ മസാല ദോശയ്ക്കുള്ള എന്തായിട്ടുണ്ട്, മസാല ദോശയിലേക്കുള്ള നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഗീയാണ്. നമ്മൾ കുറച്ച് നെയ്യ് ഒരു സ്പൂൺ അതിലേക്ക് ഇട്ടെടുത്ത് ഇതൊന്ന് ഇളക്കി. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മസാല റെഡിയായി. ഇനി നമുക്ക് ദോശയൊക്കെ റെഡിയാക്കണം. അതിന് മുന്നേ ചെറിയൊരു ചട്ടിനി ഉണ്ടാക്കാം. ചട്ടിനിക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. അടിച്ചെടുത്തത് നമ്മൾ എന്തെങ്കിലും കടുക് പൊട്ടിച്ച് അതിലേക്കൊണ്ട് ഈ മിക്സ് ഒഴിച്ചെടുക്കാം. ഇത് ഒഴിച്ചെടുത്ത് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, വല്ലാതെ തിളക്കണ്ട. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ദോശ മാവ് പാർന്നുകൊണ്ട് നിൽക്കുകയാണ്. ക്യാമറ പിടിച്ചിട്ട് ഇത് തിരിക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റിന് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്, സോറി. അങ്ങനെ തീ കുറച്ച് കൂട്ടി കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ഹോൾസ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ അത് അടിച്ച് വെക്കുക. അപ്പോൾ നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ നെയ്യിൽ കിടന്നിട്ട് ഇങ്ങോട്ട് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളറായാൽ ഇത് ഏകദേശം റെഡി ആയത്. ആ ബ്രൗൺ ആയി വരുന്നത് കണ്ടോ, ഓരോ ലെയർ കണ്ടോ, നെരിയുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക. ഫില്ലിങ്സ് സെൻറ്ററിൽ നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഇത് നമുക്ക് എന്താ ചെയ്യുക, ഏത് ഷേപ്പിലും മടക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു കോൺ മോഡലാണ് വെക്കുന്നത്. അപ്പോൾ ആ സൈഡും ഈ സൈഡൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഒരു ഭാഗം കയ്യും വെച്ചിട്ടാട്ടോ മടക്കണ്ട്. അപ്പോൾ പെട്ടെന്ന് കയ്യും. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് മടക്കാൻ കുറച്ചൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഭാഗം മടക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് ഒന്നുകൂടി അതൊന്ന് മൊരിപ്പിച്ചിട്ട് അത് നമ്മളെ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. മാവ് ഒഴിച്ചു,
ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഫില്ലിങ്സ് നടുവിൽ ഒഴിച്ചിട്ട് നമ്മൾ അതേ നേരത്തെ ഷേപ്പിൽ തന്നെ കോൺ ഷേപ്പിൽ ഓരോന്നോരോന്നായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നു. മസാല ദോശ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഉണ്ടാക്കാൻ പറയും, പക്ഷേ ഇങ്ങനെ ഓരോന്ന് ഫില്ലിംഗ് ആക്കി നടക്കണമെങ്കിൽ കുറേ ടൈം വേണ്ടി വരുമല്ലോ. അപ്പോൾ കുറച്ച് മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു രാവിലത്തെ, അപ്പോൾ ഈവനിങ്ങൾക്ക് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഫുള്ള് സെറ്റായിട്ടുണ്ട് മസാല ദോശ. പിന്നെ ഇവിടെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, അതിലേക്കുള്ള ചട്നി ഉണ്ട്, പിന്നെ കുറച്ച് സാബൂനരി അതായത് പാൽവായ്ക്ക ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അപ്പം ചെറിയൊരു നോമ്പ് എടുത്തേനു, അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതേനു. അങ്ങനെ നമ്മൾ കഴിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം നോമ്പ് ഒറ്റ ഉണ്ടാക്കിയാലും ഉപ്പും കാര്യങ്ങളൊക്കെ നല്ല പാകമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ചട്നിയും കൂട്ടി കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ബൈ ബൈ, സീ യു അഗൈൻ.